ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കായം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10-12 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും, പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത 1/2 ടീസ്പൂൺ മല്ലിയാണ് ഞാനിവിടെ, മുഴുവൻ മല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ പുളി ഒന്ന് ചൂടുവെള്ളത്തിൽ 2 കപ്പോളം വെള്ളത്തിലാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതൊന്ന് ക്രഷ് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ തന്നെ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ചുമന്ന മുളക്, പിന്നെ ആവശ്യത്തിലുള്ള കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മസാലകളൊക്കെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഞെരടി വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പം ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞു വെച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലത്തെ പുളിയൊക്കെ നീക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ മല്ലിയില ഇടുമ്പോഴാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക. ഇനി ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി രസം ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.